السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد النبي الأمي الحبيب الله القدر العظيم الجاه وعلى آله وصحبه وسلم تسليما قدر الله ذاته في كل وقت وحين. أما بعد، بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. صدق الله المولانا العظيم. من صام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه. صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒർക്ക മിമ്പർഗ് പറ്റിയപ്പ പള്ളിയുള്ള മിമ്പർഗ് പറ്റിയപ്പ 3 വട്ടം 3 പടി 19 ആമീൻ 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 ചെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ഖുതുബെല്ലാം തീർന്നിട്ട് കിളിഞ്ഞപ്പോൾ സ്വഹാബകൾ കേട്ടാറ് നബിൻ്റെ എപ്പോൾ ചെല്ലാത്ത ആമീൻ ആമീൻ 3 വട്ടം ചെന്നാറില്ലേ. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് 3 ദുആ പറഞ്ഞത്. ആ 3 ദുആക്ക് ഞാൻ ആമീൻ ചെന്നുകൊണ്ട് അതിൽ ഒന്ന് റമളാൻ്റെ വിഷയം. റമളാൻ വന്നിട്ട് റമളാൻ പോലെ തഅലീമാക്കാത്തങ്ങ, അതൊക്കെ ബഹുമാനിക്കാത്തങ്ങ, അതിനെ ബഹുമാനിക്കാത്തങ്ങ. പിന്നെ അള്ളാഹുടോ റമളാൻ പണ്ടെങ്കിൽ എല്ലാ മനുഷ്യന്മാരുടെ ദോഷത്തെ കലകിയിട്ട് പൂർണ്ണമായ നിലക്ക് നിഷ്പാഫിയാക്കുമുണ്ട്. അപ്പോൾ അത് വന്നിട്ട് ആറാവട്ട് നിഷ്പാപ്പി ആയില്ലാണ്ട് റമളാൻ്റെ ബഹുമാനിച്ചിട്ട് ആറാവട്ട് നിഷ്പാപ്പി ആയില്ലാണ്ടെങ്കിൽ അവൻ്റെ അള്ളാഹുടെ റഹ്മത്തെ തൊട്ട് അള്ളാഹു ദൂരത്താക്കട്ട്, അല്ലെങ്കിൽ അള്ളാഹുടെ ഷാപ്പൗണ്ട് മേൽ ഇക്കട്ട് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ദൂർന്നിട്ട് നാനെന്താക്കിയ ആമീൻ ചെന്നെ ചൊല്ലാറ് അള്ളാഹുൻ്റെ റസൂൽ. ഇങ്ങനെ ജിബ്രീൽ വന്നിട്ട് റമളാൻ വന്നിട്ട് അതിനെ ബഹുമാനിക്കും പോലെ ബഹുമാനിക്കാണ്ട് അത് ആ വന്ന റമളാൻ കൊണ്ടു അവൻ്റെ ദോഷപൂർത്തി മാഫാക്കുള്ള അർഹത അവന് ഉണ്ടാക്കാണ്ട് ഇന്നാട്ടൈത്തെങ്കിൽ അവന് എന്താവട്ടെ, അവന് അള്ളാഹുടെ റഹ്മത്തെ തൊട്ട് ദൂരത്താവട്ടെ, അല്ലെങ്കിൽ അവൻ്റെ മേലെ അള്ളാഹുടെ ഷാപ്പൈക്കട്ട് എന്ന് ജിബ്രീൽ വന്ന് ദുആർന്നിട്ട് ഞാൻ ആമീൻ ചെന്ന് എന്ന് ചൊല്ലാറ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഷാപ്പത്ത് അള്ളാഹുടെ റഹ്മത്തെ ദൂരത്താവണം നങ്ങാവത്തീര. ആറത് റമളാൻ തീരുമ്പത്തു പരിപൂർണ്ണ മാഫാവടങ്ങാറ് അത് അള്ളാഹുവിൻ്റെ റസൂൽ ചെന്ന് വെച്ചാൽ എന്തുകൊണ്ടു മൻ സാമ റമളാന ഈമാനം വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മൻ വർത്തസാമ നോമ്പിടിച്ച റമളാനിൽ എങ്ങനെ നോമ്പിടിച്ചവണു ഈമാനം വഹ്തിസാബ, ഈമാൻ എന്നിട്ട് പിന്നെ കൂലി കിട്ടണം. അവനക്ക് ഈമാനുണ്ട്, ഈമാനോട് കൂടി പിന്നെ പുണ്യത കൂലി കിട്ടണു, നമുക്ക് പുണ്യം കിട്ടണമെന്നുള്ള ആശയോട് കൂടി ഒരാൾ നോമ്പിടിച്ചാണ്ടിട്ട് അവൻ ഇതൊക്കെ മുതലാക്കി എല്ലാ സർവദോഷം അല്ലാഹു മാഫാക്കടാ ചെറുടാറ് നിമിച്ചുള്ളൂ. അപ്പോൾ അവിടെ ദോഷം മാഫായിത്തല്ലേ. ഇപ്പോൾ നോമ്പ് പിടിച്ചോണ്ട് ആ നോമ്പ് അള്ളാഹു മാത്രമേ കൊത്തുള്ളൂ. അത് പിടിച്ചോണ്ട് സർവദോഷം മാഫായിത്തല്ലേ അള്ളാഹിൻ്റെ റസൂൽ ദുആ ഇത് അള്ളാഹിൻ്റെ റസൂൽ ചെന്നതല്ലേ, അത് കലവാവില്ലല്ലേ. പിന്നെ നിമിച്ചെന്ന് പാടെ മൻ ഖാമ റമളാൻ ഈമാനം വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മൻ ഖാമ ജാവു നീണ്ട് നിസ്കരിച്ച തറാവിയുടെ വിഷയം. അത് നിസ്കരിക്കണോ തറാവി നിസ്കാര ആരാ നിസ്കരിച്ച എങ്ങനെ നിസ്കരിച്ച ഈമാനിക്കണം. ഞാൻ അള്ളാഹുടെ വിട്ട് പോകണ്ടല്ലേ ഈമാന്. പിന്നെ വഹ്തിസാബ് എന്നൊക്കെ 4 ആഖിറത്തിൽ കൂലി കിട്ടണം. ആഖിറത്തിൽ ധാരാളം കൂലിൻ്റെ ഖജാന സമ്പാദനങ്ങളും എന്നുള്ള ആശയോട് കൂടി ആറാട്ട് ജാവുകൂ റമളാൻ്റെ ജാവുലും നിന്റെ നിസ്കരിച്ചാൽ തറാവി നിസ്കരിച്ചാണ്ടെങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ എല്ലാ മുതലായ എല്ലാ സർവദോഷത്തെ അള്ളാഹു മാഫാക്കടാ എന്ന് ചെന്നാർ നബി. അതുകൊണ്ട് എന്താ ഈ 2 കാര്യമാക്കി അങ്ങ് എല്ലാവരും ഭാഗ്യക്കാർ. ഈ ദുആ അങ്ങ് വെള്ളപ്പെടില്ല. ദുആ അള്ളാഹുവിൻ്റെ റസൂൽ ആമീൻ ചെന്ന ദുആ ഉണ്ടല്ലേ, അതിലങ്ങ് കിട്ടില്ല. ആ ദുആത്തിന് അങ്ങ് കിട്ടില്ല. അതല്ലാത്തങ്ങനെ കിട്ടാറ് ഒരു സമയം നിങ്ങൾ നോമ്പിടിക്കുമായിട്ടില്ല മുട്ടാണ്ടെങ്കിൽ ഞാൻ ഈ റമളാൻ മുതൽ ആ നോമ്പടി പിടിച്ച് വീടേ എന്ന് നിയത്താക്കണം. ആറാട്ട് തറാവി നിസ്കാരം 1 2 പോയിട്ട് എത്രയും പോയിട്ടുണ്ടെങ്കിൽ അവന് നിയത്താക്കണു. നാണ് ആ റമളാൻ മുതൽ ആ തറാവി നിസ്കാരം കലാ വിട്ടിട്ട് സന്ത് പാട്ടേ എന്ന് നിയത്താക്കിയിട്ടെങ്കിൽ ഈ ശാപത്തിന് വളവണ്ടില്ല. അതുകൊണ്ട് എന്താണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശാപ കിട്ടോ പാർട്ടി നങ്ങ കൈവിടെ പരമാവധി ആവാത്ത പോലെ ഈ റമളാനിൽ ജാഗ്രത ആക്കണം. നിഷ്പാപമാണ് റമളാൻ വന്നപ്പോൾ റമളാൻ വന്നിട്ട് ദോഷപൂർത്തി മാഫായില്ലെങ്കിൽ പിന്നെ അവിടെ അത്ര നിർഭാഗ്യക്കാരൻ പിന്നാറ്.
അതുകൊണ്ട് അവിടെ ഭയങ്കര നിർഭാഗ്യക്കാരാണ്. റമദാൻ വന്നിട്ട് സ്വർഗത്തെ വായിൽ തുറന്ന് വെച്ചിട്ട് ശൈത്താന്മാരെല്ലാം കെട്ടിട്ടപ്പോൾ പോലും സ്വർഗത്ത് വേണമായ ഏതെങ്കിലും ഒരു സൽക്രമം വേണമായല്ലേ, ഏതെങ്കിലും ഒരു സൽക്രമം അള്ളാഹു വേണമായോ അതിൽ ഒന്ന് പ്രത്യേകമായി നോമ്പ് അള്ളാഹു മാത്രം കൊന്തുള്ള ഒരു വസ്തു അത് പിടിച്ചിട്ട് വലിയ ഭാഗ്യം. പിന്നെ റമദാൻ വന്ന തറാവി നിസ്കരിക്കുക, പള്ളി അള്ളാഹുടെ സ്വർഗത്ത് തോട്ടല്ലേ, പള്ളിയിൽ വന്ന് നിസ്കരിച്ചാണിങ്ങ പെൻഡിങ് എല്ലാം ഔത്തിൽ നിസ്കരിച്ചാറ് പെൻഡിങ്ങെല്ലാം ഭയഭക്തി ഉണ്ടായിട്ട് ലജ്ജയാറായിട്ട് നാത്തെ റമദാനിൽ ലജ്ജയാറാവണം. എന്താണ് ചങ്കി ചെല്ലത് യാറായിട്ട് കൊണ്ട് അതിൻ്റെ വോൾട്ടേജ് ഇൻഷാല്ല യാറായിട്ട് കൊണ്ട് ചെന്നെങ്കിൽ അന്യാണികളെ നോക്കാത്ത പോലത്തെ വലിയ കഴിവുണ്ടാക്കണം. പെണ്ണിങ്ങല്ല അന്യ ആണികൂ നോക്കാത്ത പോലത്തെ കഴിവും പിന്നെ അങ്ങനെ നോക്കും വിടാത്ത പോലത്തെ കഴിവും രണ്ട് കഴിവുണ്ടാക്കിയെങ്കിൽ വലിയ ഭാഗ്യം. അത് എന്താണ് റമദാനിലുണ്ടാവും. റമദാൻ പോലെ നോമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കണ്ടിത്ത അവിടെ എന്തെങ്കിലും അല്ലക്കും തത്തക്കൂ റമദാൻ ഉള്ളമേ മനുഷ്യന്മാർ അല്ലാവിടെ പേടുപാട് തക്കവാകാറാവുക ഉള്ളു റമദാൻ അല്ല ചെന്നല്ല ഖുർആനിൽ. അതുകൊണ്ട് തക്വാകാർ അവിടെ ഇറങ്ങുക. അതുകൊണ്ട് റമദാൻ പോലെ നോമ്പ് പോലെ പിടിച്ചിട്ട് എല്ലാ അംഗാംഗത്തും നോമ്പ് പിടിച്ചിട്ട് അവിടെ നോമ്പായിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ അവിടെ ലാലക്കും തത്തക്കൂ അവിടെ അള്ളാഹ് അവിടെ പേടിച്ച മുത്തക്കി നോക്കൂ നരക ഹറാം. മുത്തക്കി അള്ളാഹു ഭയങ്കര ഇഷ്ടമാണ്. അള്ളയുടെ മുട്ടമേ അങ്ങയിക്കിടും. അള്ളാഹു ഭയങ്കര ക്ലോസ് അങ്ങനെ നിക്കട്ടായിട്ട് കിടാറ് ആറ് മുത്തക്കിങ്ങ. അത് ഏത് കൊണ്ടാടും നോമ്പ് കൊണ്ടാവിടും. അത് രണ്ട് വലിയ കാര്യമാണ്. ഒന്ന് നോമ്പ് പിടിക്കണോ, ഒന്ന് റമദാൻ രാവിലെ നിസ്കരിച്ചെങ്കിൽ ഒഫിറിലോ തക്കദ്ദമ്പി മുന്നലായിപ്പോയി എല്ലാ ദോഷത്തെ അല്ലാഹ് മാഫാക്കട. ഈ ശാപത്തിൽ ഉളപ്പെടാണ്ട് ബച്ചാവാവും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് റമദാൻ പോലെ ബഹുമാനിച്ച സ്വാധീനമാവണം. അതിൽ പ്രത്യേകമായി ഹോട്ടൽ പണിയാക്കണ മനുഷ്യന്മാരെ ബർക്കത്താവണമില്ല. ഹോട്ടലിൽ റമദാനിൽ ആരെല്ലാം സ്പാട്ടിൽ വെച്ചിട്ട് തിന്നോ കുടിക്കോ കൊടുത്താറ് അങ്ങ് ബർക്കത്താവണമില്ല. അതുകൊണ്ട് വർഷത്തിലും അള്ളാഹുടെ ശാപ കിട്ടാത്ത പോലെ അള്ളാഹുടെ റസൂൽ ശാപ കിട്ടാത്ത പോലെ കൈയുടെ പരമാവധി ഹോട്ടലിൽ നിന്ന് മനുഷ്യന്മാർ അങ്ങോട്ട് സ്പാട്ടിൽ എന്തിനാട്ട് പാനീയ പോലത്തെ ബണ്ടോ ആവും ഏതോ ആവും കോൾഡ് ഏതോ അവിടെ പാനീയ സ്പാട്ടിൽ കുടിക്കോകൂ അങ്ങ് കൊടുത്തോമില്ല അള്ളാഹുടെ മേടിച്ചത് കൊണ്ടില്ലേ. അതുകൊണ്ട് അങ്ങനെ നോമ്പായിട്ട് അങ്ങനെ നോമ്പായി അങ്ങനെ കൊടുക്കില്ല. അങ്ങനെ നോമ്പ് കൊടുത്തത് കൊണ്ട് അങ്ങെന്തായാറ് ലാലക്കും തത്തക്കൂ നോമ്പുള്ളമേ തക്കവാകാറാവുക ഞങ്ങൾ മുത്തക്കിയായാർ. അങ്ങനത്തെ മുത്തക്കിങ്ങളെ കൊടുത്ത് അങ്ങനെ പെടുത്തിട്ട് ഞങ്ങളിൽ വന്നു പോയ എല്ലാ ദോഷത്തിനെയും മാഫാക്കി കൊണ്ട് പഠിച്ചവനെ അള്ളാഹ് റസൂലിൻ്റെ ഭേദുവത്തിൽ ഇതേ ഭേദുവത്ത് ആമിൽ ഞങ്ങൾ പെടാത്ത പോലെ ഞങ്ങൾ വലിയ മഹാഭാഗ്യ നീ ഉണ്ടാക്കുക നീ ഉണ്ടാക്കുക ഞങ്ങളെ കുടുംബക്കാർക്ക് ഉണ്ടാക്കുക റഹ്മാനെ ഞങ്ങളെ കുടുംബക്കാർക്ക് ഉണ്ടാക്കുക എല്ലാവരും അള്ളാഹ് റസൂൽ ഈ ചെന്ന് ആമി വളപ്പെടാത്ത പോലെ വളപ്പെടാണ്ട് ബച്ചാവായ സ്വാലിഹികളെ കൂടുതൽ ഞങ്ങളെല്ലാവരും നീ പെടുത്തുക അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.